ഹായ് ഫ്രണ്ട്സ്, UGC നെറ്റ് JRF കൊമേഴ്സ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഈ ചാനലിലൂടെ നൽകി വരുന്ന 25 ദിവസത്തെ ക്രാഷ് കോഴ്സിന്റെ ഡേ 7 നോട്ട് ദാറ്റ് ഡേ 7 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡേ 7ൽ പ്രധാനമായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് എക്സ്പെക്റ്റഡ് MCQs വിത്ത് their detailed explanations. NTA നെറ്റ് JRF കൊമേഴ്സ് എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിന്റെ വിശദകരമായിട്ടുള്ള എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. ഡേ 6 വരെയുള്ള ക്രാഷ് കോഴ്സ് കാണാത്തവർ അത് കാണുക. തികച്ചും ഫ്രീ ക്രാഷ് കോഴ്സ് ആണ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാകുന്നത്. 25 ദിവസത്തെ ഫ്രീ ക്രാഷ് കോഴ്സ് ആണ്. നേരത്തെ 10 ദിവസത്തെ ക്രാഷ് കോഴ്സ് നൽകാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് 25 ദിവസത്തെ ക്രാഷ് കോഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. തികച്ചും ഫ്രീ ക്രാഷ് കോഴ്സ് ആയതിനാൽ നിങ്ങൾ മാക്സിമം ഇത് ഉപയോഗിക്കുക. UGC നെറ്റ് JRF കൊമേഴ്സ് നേടിയെടുക്കുക. വളരെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. NTA നെറ്റ് JRF കൊമേഴ്സ് എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറെ സാധ്യതകളുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. ആദ്യത്തെ ചോദ്യം ഇതാണ്. This is the accounting standard, not that. Sorry, this is the accounting concept, not that. Which are recording revenues when they are not received in cash. Which are recording revenues when they are not received in cash. Identify the above mentioned. ചോദ്യം ഇതാണ്. ഏറെ സാധ്യതകളുള്ള ഒരു ചോദ്യമാണ്. ഈ ഒരു ഭാഗത്ത് നിന്നും അക്കൗണ്ടിംഗ് കൺസെപ്റ്റിൽ നിന്ന് ഒരു ചോദ്യം എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതൊരു പ്രോബ്ലമാറ്റിക്കൽ തിയറി ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. കാരണം ഇതൊരു അക്കൗണ്ടിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. അക്രൂവൽ കൺസെപ്റ്റ്, ഗോയിങ് കൺസെപ്റ്റ് കൺസെപ്റ്റ്, ദെൻ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, ദെൻ ഫൈനലി മണി മെഷർമെന്റ് കൺസെപ്റ്റ്. These 4 are the options. Question once more പറയുകയാണ്. This is an accounting concept which are recording revenues when they are earned, not received in cash. Identify the accounting concept. ഇതൊരു അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് ആണ്. അക്കൗണ്ടിംഗ് റവന്യൂസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് ആണ്. റവന്യൂ ക്യാഷ് ആയിട്ട് തന്നെ ഏൺ ചെയ്യണമെന്നില്ല എന്നതാണ് ഈ അക്കൗണ്ടിംഗ് കൺസെപ്റ്റിൽ പറയുന്നത്. നമുക്ക് നോക്കാം. ഇതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് മനസ്സിലാവും. നമുക്ക് നോക്കാം. ഓപ്ഷനിൽ പറഞ്ഞ 4 അക്കൗണ്ടിംഗ് കൺസെപ്റ്റുകളും ഇവിടെ 4 അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അക്രൂവൽ കൺസെപ്റ്റ്, ഗോയിങ് കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, മണി മെഷർമെന്റ് കൺസെപ്റ്റ്. ഈ 4 കൺസെപ്റ്റുകൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. നോക്കാം. അക്രൂവൽ കൺസെപ്റ്റ്. ഫസ്റ്റ് വൺ ഈസ് അക്രൂവൽ കൺസെപ്റ്റ്. Accrual concept involving recording revenues when they are earned, not received in cash. നമുക്ക് ക്യാഷ് ആയിട്ട് തന്നെ കിട്ടണമെന്നില്ല. നമ്മൾ എപ്പോഴാണോ അത് ഏൺ ചെയ്തത് അപ്പോൾ തന്നെ അക്രൂവൽ കൺസെപ്റ്റ് ആപ്ലിക്കബിൾ ആവും. നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എയർ ടിക്കറ്റ് ഓൺലൈൻ ബുക്കിംഗ്. നോക്കാം. എയർ ടിക്കറ്റ് ഓൺലൈൻ ബുക്കിംഗ്. ആക്ച്വലി ബിഫോർ ദ ഇവന്റ് ഒക്യൂർ, റവന്യൂ ഏൺഡ് ആൻഡ് റെക്കോർഡിംഗ് ഇറ്റ്. നിങ്ങൾക്കറിയാം, ഒരു എയർ ടിക്കറ്റോ അല്ലെങ്കിൽ ഒരു റെയിൽവേ ടിക്കറ്റോ ഒക്കെ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇവന്റ് നടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യും. അതായത് നിങ്ങളുടെ യാത്ര ഇപ്പോൾ 21-ാം തീയതിയാണ് യാത്ര നടക്കുന്നത് എങ്കിൽ ഒരു 17-ാം തീയതിയോ 16-ാം തീയതിയോ നിങ്ങൾ എന്ത് ചെയ്യും? എയർ ടിക്കറ്റ് അല്ലെങ്കിൽ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യും. അതായത് 4-5 ദിവസം മുമ്പേ അല്ലെങ്കിൽ ചിലപ്പോൾ 2 മാസം മുമ്പേ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും? ടിക്കറ്റ് ബുക്ക് ചെയ്യും. നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയും ചെയ്യും. ദാറ്റ് ഈസ് ഇവന്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയും അവിടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയും അവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അതായത് അക്രൂവൽ കൺസെപ്റ്റ്സ് ഇൻവോൾവിംഗ് റെക്കോർഡിംഗ് റവന്യൂസ് വെൻ ദേ ആർ ഏൺഡ്, നോട്ട് റിസീവ്ഡ് ഇൻ ക്യാഷ്. ക്യാഷ് ആയിട്ട് തന്നെ കിട്ടണമെന്നൊന്നുമില്ല. നിങ്ങൾ എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വഴിയായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യാം? എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ആക്ച്വലി നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് വഴി തന്നെയായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ തന്നെയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും. അതായത് നിങ്ങൾ ഇവന്റ് നടക്കുന്നതിന് മുമ്പായിട്ട്, അതായത് നിങ്ങൾ യാത്ര ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? ആ ക്യാഷ് നഷ്ടമാവും. അവിടെ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. നിങ്ങളുടെ ട്രാൻസാക്ഷൻ നടന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവിടെ എന്ത് ചെയ്യും? റെയിൽവേ അതോറിറ്റി അല്ലെങ്കിൽ എയർ ടിക്കറ്റ് അതോറിറ്റി എന്ത് ചെയ്യും? അവിടെ എന്ത് ചെയ്യും? നിങ്ങളുടെ ട്രാൻസാക്ഷൻ നടന്നു എന്ന് പറഞ്ഞ് അവിടെ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. അവരുടെ റവന്യൂ റെക്കോർഡ് ചെയ്യും. നിങ്ങളുടെ ക്യാഷ് പോയതായിട്ടും കാണിക്കും, അവർക്ക് ക്യാഷ് കിട്ടിയതായിട്ടും കാണിക്കും. അവർക്ക് ക്യാഷ് ആയിട്ടല്ല നിങ്ങൾ കൊടുത്തത്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് കൊടുത്തത്. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കൊടുക്കുക. ഇപ്പൊ ഒരുപാട് മാർഗങ്ങളുണ്ട് അല്ലെ നിങ്ങൾക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവന്റ് ഒക്യൂർ ചെയ്യുന്നതിന് മുമ്പേ അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന കൺസെപ്റ്റിനെയാണ് അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറയുക. ഓക്കെ,
അത് ക്യാഷ് ആയിട്ട് തന്നെ റിസീവ് ചെയ്യണമെന്നൊന്നുമില്ല. വെൻ ദേ ആർ നോട്ട് റിസീവ്ഡ് ഇൻ ക്യാഷ്, ഇങ്ങനെ ഒരു ഇവന്റ് ക്യാഷ് ആയിട്ട് തന്നെ റിസീവ് ചെയ്യണമെന്നൊന്നുമില്ല. എയർ ടിക്കറ്റ് അതോറിറ്റിക്ക് ക്യാഷ് ആയിട്ട് തന്നെ കിട്ടണമെന്നൊന്നുമില്ല. ബാങ്ക് അക്കൗണ്ട് വഴി അയച്ചു കൊടുക്കാം. പിന്നെ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട് ഇപ്പം. ഓക്കെ, അങ്ങനെയാണ് ഈ എക്രൂവൽ കൺസെപ്റ്റ് എക്വയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഗോയിങ് കൺസേൺ, രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് പറയുന്നതാണ് ഗോയിങ് കൺസേൺ. ഗോയിങ് കൺസേൺ പറയുന്നത് എങ്ങനെയാണ്? കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് എ ലോങ് ടൈം. കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് എ ലോങ് ടൈം. An organization is viewed as a going concern that is continue its operation for a foreseeable future. For example, a company having a debt of rupees 5 lakh. 5 ലക്ഷം രൂപ കമ്പനിക്ക് ഡെപ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. കടം കിട്ടാനുണ്ട്. കമ്പനിക്ക് കടം കൊടുത്തത് 5 ലക്ഷം രൂപ ആർക്കൊക്കെ കമ്പനി കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 5 ലക്ഷം രൂപയും കമ്പനിക്ക് കിട്ടാനുണ്ട്. കമ്പനി വിൽ മൂവ് ഓൺ ഫ്യൂച്ചർ. ഭാവിയിൽ കിട്ടുമെന്ന പ്രതീക്ഷയോടെ കമ്പനി എന്ത് ചെയ്യും? മുൻപോട്ട് പോകും. ഗെറ്റ് മണി ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ പണം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി, അതായത് ഫോർസിയബിൾ ഫ്യൂച്ചർ, ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടാണ് കമ്പനി എന്ത് ചെയ്യുക? എല്ലാ കാര്യങ്ങളും നീങ്ങുക. കമ്പനിക്ക് 5 ലക്ഷം രൂപ കമ്പനിക്ക് പണമായിട്ട് കിട്ടാനുണ്ട്. കടം കൊടുത്തത് കിട്ടാനുണ്ട്. അത് ഭാവിയിൽ കിട്ടുമെന്ന പ്രതീക്ഷയോട് കൂടി, ഭാവിയിലും കമ്പനി ഉണ്ടാവും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗോയിങ് കൺസേൺ അസംഷൻ പ്രകാരം കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് എ ലോങ് ടൈം, ഭാവിയിൽ ഒരുപാട് കാലത്തേക്ക് കമ്പനി ഉണ്ടാവും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യും? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം അല്ലെങ്കിൽ അസംഷൻ പ്രകാരം എന്ത് ചെയ്യും? നമ്മുടെ കമ്പനി എന്ത് ചെയ്യും? ഒരുപാട് കാലത്തേക്ക് മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് കമ്പനി നിൽക്കുന്നതിനെയാണ് ഗോയിങ് കൺസേൺ എന്ന് പറയുക. നെക്സ്റ്റ് വൺ, dual aspect concept. Every transaction has two aspects, that is debit and credit. For example, if you purchase a furniture for cash, ഒരു ക്യാഷിന് നിങ്ങൾ ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്തു വിചാരിക്കുക. 5000 രൂപയുടെ ഫർണിച്ചർ ക്യാഷ് കൊടുത്ത് നിങ്ങൾ വാങ്ങി, നിങ്ങളുടെ കമ്പനിയിലേക്ക് വാങ്ങി. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ജേണൽ എൻട്രി എന്നത് ഫർണിച്ചർ ഡെബിറ്റ് ചെയ്യും, ക്യാഷിന് ക്രെഡിറ്റ് ചെയ്യും. ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ് എന്നാ പറയുക. അപ്പൊ ഫർണിച്ചറിന് 5000 രൂപ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, ക്യാഷിന്റെ 5000 രൂപ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനാണ് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുക. ഡുവൽ ആസ്പെക്ട് മീൻസ് എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്സ്. ഇവിടെ 2 ആസ്പെക്ടുകൾ ഉണ്ട് അല്ലെ? ഫർണിച്ചറും ഉണ്ട്, അതുപോലെ തന്നെ ക്യാഷും ഉണ്ട്. ദാറ്റ് ഈസ് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. Then money measurement concept. All the transactions are recorded in monetary terms. That is called money measurement concept. എല്ലാ ട്രാൻസാക്ഷനും പണത്തിന്റെ രൂപത്തിൽ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, rent paid rupees 500 is expressed in money. 500 രൂപയെ റെന്റ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഇവിടെ 500 രൂപ എന്നുള്ളത് പണത്തിന്റെ രൂപത്തിലാണ് അല്ലെ കാണിച്ചിരിക്കുന്നത്. 500 രൂപ എന്നുള്ളത് പണത്തിന്റെ രൂപത്തിലാണ് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് മോണിറ്ററി ടേംസിലാണ് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. ഇനി നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് കടക്കാം. ആൻസറിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദിസ് ഈസ് ദ അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്. ചോദ്യം ഇതാണ്, ദിസ് ഈസ് ദ അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് വിച്ച് റെക്കോർഡിംഗ് റെവന്യൂസ് വെൻ ദേ ആർ ഏൺഡ് നോട്ട് യെറ്റ് റിസീവ്ഡ് ഇൻ ക്യാഷ്. നിങ്ങൾക്ക് പണം കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ അത് ക്യാഷ് ആയിട്ട് തന്നെ കിട്ടണമെന്നില്ല. നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞതിൽ ഏതാണ് അതിന്റെ കറക്റ്റ് ആൻസർ വരിക? അക്രൂവൽ കൺസെപ്റ്റ്. Not that. Accrual concept എന്താണ് പറയുന്നത്? That involves recording of revenues when they are earned, not received in cash. Cash ആയിട്ട് തന്നെ കിട്ടണമെന്നില്ല. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നത് അല്ലെ? എയർ ടിക്കറ്റ് ഓൺലൈൻ ബുക്കിംഗ്. എയർ ടിക്കറ്റ് നിങ്ങൾ യാത്ര ചെയ്യുന്നതിന് മുമ്പേ ആയിരിക്കും എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അവിടെ കാര്യം നടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്തു? എയർ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അവിടെ ഒരു ട്രാൻസാക്ഷൻ നടന്നു. നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള പണം ക്യാഷ് രൂപത്തിലല്ല പോയത്, ക്യാഷ് രൂപത്തിലല്ല എയർ ടിക്കറ്റ് അതോറിറ്റിയിലേക്ക് പോയത്, ബാങ്ക് അക്കൗണ്ട് വഴിയൊക്കെ ആയിരിക്കും പോയിട്ടുണ്ടാവും. നോട്ട് യെറ്റ് റിസീവ്ഡ് ഇൻ ക്യാഷ്. ക്യാഷ് ആയിട്ട് തന്നെ കിട്ടണമെന്നില്ല. അക്രൂവൽ കൺസെപ്റ്റിൽ അങ്ങനെയാണ് പറയുന്നത്. ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷം ക്യാഷ് ആയിട്ട് തന്നെ കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള കൺസെപ്റ്റിനെയാണ് അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറയുക. ദാറ്റ് ഈസ് അക്രൂവൽ കൺസെപ്റ്റ്. നോട്ട് യെറ്റ് റിസീവ്ഡ് ഇൻ ക്യാഷ്. വെൻ ദേ ആർ ഏൺഡ് നോട്ട് യെറ്റ് റിസീവ്ഡ് ഇൻ ക്യാഷ്. സോ ദ ഫൈനൽ ആൻസർ ഈസ് അക്രൂവൽ കൺസെപ്റ്റ്. That is, this is the accounting concept which are recording revenues when they are earned, not yet received in cash. The answer is accrual concept. ഞാൻ ഇവിടെ റെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട് ആൻസർ. accrual concept ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. From the following statement, which of them are correct? ഈ 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ 2 സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിംഗ് സൂപ്പർവിഷൻ ഇസ് എ കമ്മിറ്റി. ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിംഗ് സൂപ്പർവിഷൻ ഇസ് എ കമ്മിറ്റി which was formed by the central bank governors of G10 countries. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിംഗ് സൂപ്പർവിഷൻ, BCBS എന്നാണ് അതിന് പറയാ. ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിംഗ് സൂപ്പർവിഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ജർമ്മനി. ഇവിടെ ഓപ്ഷൻസ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്.
സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്, ബോത്ത് ഓഫ് ദം ആർ കറക്റ്റ്, ബോത്ത് ഓഫ് ദം ആർ ഇൻകറക്റ്റ്. നമുക്ക് ആൻസറിലേക്ക് പോകാം. ആദ്യം നമ്മൾ വിശദമായിട്ട് പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് നോക്കാം. ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ. എന്താണ് ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ? ഇസ് എ കമ്മിറ്റി ഓഫ് BIS. ഇതൊരു കമ്മിറ്റിയാണ്, ബാങ്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്തുന്ന ഒരു കമ്മിറ്റിയാണ് ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് എങ്ങനെയാ നോക്കാം. BCBS is a committee of BIS. What do you mean by BIS? Bank for International Settlementന്റെ ഒരു കമ്മിറ്റിയാണ് ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്തത് G10 കൺട്രീസ്, 10 രാജ്യങ്ങൾ കൂടി ചേർന്നുകൊണ്ടാണ്. G10 കൺട്രീസ് കൂടി ചേർന്നുകൊണ്ട് 1974 BCBS ഫോം ചെയ്യുന്നത്, ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ ഫോം ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും, ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള മോഡിഫിക്കേഷൻസ്, ബാങ്കിങ് റെഗുലേഷൻസ്, ബാങ്കിങ് റൂൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം വരുത്തുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. എല്ലാ രാജ്യത്തിന്റെയും ഗവർണേഴ്സ്, റിസർവ് ബാങ്ക് ഗവർണേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, ഇതിൽ മെമ്പറാണ്. ഓക്കെ, അപ്പോ established by the central bank governors of G10 countries. 10 രാജ്യങ്ങളിലെ G10 കൺട്രീസിലെ 10 രാജ്യങ്ങളിലെ ഗവർണേഴ്സ് ഒക്കെ, ബാങ്ക് ഗവർണേഴ്സ് ഒക്കെ കൂടി ചേർന്നുകൊണ്ട്, RBI ഗവർണേഴ്സ് ഒക്കെ കൂടി ചേർന്നുകൊണ്ട് രൂപീകരിക്കപ്പെട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then it has 2 representative offices. ഹോങ്കോങ്, മെക്സിക്കോയിൽ ഇതിന്റെ 2 representative offices ഉണ്ട്. ബേസൽ സ്വിറ്റ്സർലാൻഡ് ആണ് ഇതിന്റെ ഹെഡ് ഓഫീസ്. ചോദ്യത്തിലേക്ക് കടക്കാം. Basel Committee on Banking Supervision is a committee that is formed by central bank governors of G10 countries. G10 countries രാജ്യങ്ങൾ കൂടി ചേർന്നുകൊണ്ടാണ് ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ BCBS ഫോം ചെയ്തത്. G10 കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 11 രാജ്യങ്ങൾ ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. G10 കൺട്രീസിൽ 11 രാജ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഈ 11 രാജ്യങ്ങൾ കൂടി ചേർന്നുകൊണ്ട് 11 രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ് കൂടി ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ബാങ്കിങ്ങിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതാണ് ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ് ഓഫ് G10 കൺട്രീസ്, G10 കൺട്രീസിലെ ഗവർണേഴ്സുകളൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് എന്ത് ചെയ്തത്, ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. Then ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ജർമ്മനി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജർമ്മനി അല്ല, സ്വിറ്റ്സർലാൻഡിലാണ്. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബേസൽ സ്വിറ്റ്സർലാൻഡിലാണ് അതിന്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ എക്സ്പ്ലനേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ഓഫീസ് എവിടെയാണ് വരുന്നത്? സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, then we can see that the final answer is first statement only is correct. ഞാൻ ഇവിടെ റെഡിങ് ചെയ്യണം എന്ന് വിചാരിച്ചാണ്, മറന്നുപോയതാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഓൺലി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. That is Basel Committee on Banking Supervision as a committee was formed by സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ് ഓഫ് G10 കൺട്രീസ് ആണ് ഫോം ചെയ്തത്. G10 കൺട്രീസ് ചേർന്നിട്ടാണ് സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ് ആയിട്ടുള്ള G10 കൺട്രീസ്, 11 രാജ്യങ്ങളിലെ G10 കൺട്രീസ് ചേർന്നുകൊണ്ടാണ് ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ ഫോം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് ജർമ്മനി അല്ല, അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, സ്വിറ്റ്സർലാൻഡിലാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. ഓക്കെ, ദാറ്റ് ഈസ് ഓൺലി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഓക്കെ, then next question is, from the following statement which of them are correct? Very important question. WTO മായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. WTO established at 1st January 1995 that provides a rule for the international trade through consensus among its member states. Next statement നോക്കാം. IBRD, International Bank for Reconstruction and Development എന്നാണ് അതിന്റെ ഫുൾ ഫോം വരിക. Is popularly known as the World Bank, which was a product of Bretton Woods Conference. ഈ 2 സ്റ്റേറ്റ്മെന്റുകളിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇത്രയും നേരമായി ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ട് UGC നെറ്റ് JRF എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. WTO കുറിച്ചും IBRD കുറിച്ചും 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നതാണ് ചോദിക്കുന്നത്. ചോദ്യം ഏതൊക്കെയാണ് അങ്ങനെയാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ബോത്ത് ഓഫ് ദം ആർ കറക്റ്റ്, ഓൺലി 1 ഈസ് കറക്റ്റ്, ഓൺലി 2 ഈസ് കറക്റ്റ്, ബോത്ത് ഓഫ് ദം ആർ ഇൻകറക്റ്റ്, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് WTO നെ കുറിച്ച് മനസ്സിലാക്കാം, എന്നിട്ട് IBRD എന്നാണ് നോക്കാം. WTO എന്ന് പറയുന്നത് 1995 വന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയിലാണ്. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് റെഗുലേഷൻ ഓഫ് ട്രേഡ് ബിറ്റ്വീൻ നാഷൻസ്.
വ്യാപാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നാണ് WTO ഫുൾ ഫോം വരിക. ദാറ്റ് ഈസ് ട്രേഡ്. വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും രാജ്യങ്ങളുടെ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രാജ്യങ്ങളുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കുന്നതാണ് WTO ആണ്. റോബർട്ടോ അസബഡോ is the 6th Director General of WTO. Then it has 164 members. Okay, this is WTO. Any functions of WTO നമുക്ക് നോക്കാം. അഡ്മിനിസ്ട്രേറ്റിംഗ് WTO എഗ്രിമെന്റ്സ്, ട്രേഡ് എഗ്രിമെന്റ്സ് ഒക്കെ പരിശോധിക്കുക. അതായത് വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള എഗ്രിമെന്റ്സ്, വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള റൂൾസ് ഒക്കെ ശരിയാക്കുക. കൺസെൻസസ് എമംഗ് മെമ്പേഴ്സുമായി കൂടി ചേർന്നുകൊണ്ട് വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കുക. വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, ഡിസ്പ്യൂട്ടുകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ മോണിറ്ററിംഗ് ട്രേഡ് പോളിസീസ് ഉണ്ടാക്കുക. ദെൻ ടെക്നിക്കൽ അസിസ്റ്റൻസ് ഇൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്. ഓക്കെ, താഴേക്കിടയിലുള്ള രാജ്യങ്ങളെ സഹായിക്കുക എന്നുള്ളതുകൊണ്ട് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള താഴേക്കിടയിലുള്ള രാജ്യങ്ങളെ, അതായത് എക്കണോമിയിൽ താഴേക്കിടയിലുള്ള രാജ്യങ്ങളെ സഹായിക്കുക എന്നത് WTOന്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മമാണ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. WTO എസ്റ്റാബ്ലിഷ്ഡ് 1st January 1995. അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞു. 1995 1st January ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇന്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള റൂൾ ഫോർ ഇന്റർനാഷണൽ ട്രേഡ് ത്രൂ കൺസെൻസസ് എമംഗ് ഇറ്റ്സ് മെമ്പർ സ്റ്റേറ്റ്സ്. കറക്റ്റ് ആണ്. ഇന്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള റൂൾസുകൾ രാജ്യങ്ങളുമായി പരിശോധിച്ചുകൊണ്ട് കൺസെൻസസ് ചെയ്തുകൊണ്ട് രാജ്യങ്ങളുമായി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇന്റർനാഷണൽ ട്രേഡ് റൂൾസ് ഉണ്ടാക്കുക എന്നതാണ് WTOന്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് രണ്ടാമത്തെ IBRD കുറിച്ച് മനസ്സിലാക്കാം. IBRD ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. IBRD എന്ന് പറയുന്ന ഒരു ബാങ്കാണ്, വേൾഡ് ബാങ്ക് ആണ് ഇത്. വേൾഡ് ബാങ്ക് എന്നറിയപ്പെടുന്ന popularly it's called World Bank. Its headquarters is situated at Washington DC, United States, America. Okay, Washington DC ലാണ് ഇതിന്റെ headquarters വരുന്നത്. Then 189 member countries ഉണ്ട്. It's just a product of after Bretton Woods Conference. Bretton Woods Conference 1944 ശേഷമാണ് IBRD വരുന്നത്. Bretton Woods Teams എന്നറിയപ്പെടുന്ന IMF, IBRD, International Monetary Fund and IBRD. Bretton Woods Teams, important point, note it. അപ്പൊ ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് 1944 നടന്നതിന് ശേഷം IBRD ഫോം ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. IBRD ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് വിച്ച് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് ബ്രിട്ടൻ വുഡ് കോൺഫറൻസ്, ഇസ് പോപ്പുലർലി കോൾഡ് വേൾഡ് ബാങ്ക്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. IBRD പോപ്പുലർലി നോൺ ആസ് ദ വേൾഡ് ബാങ്ക്. IBRD വേൾഡ് ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ബ്രിട്ടൻ വുഡ് കോൺഫറൻസ്. ബ്രിട്ടൻ വുഡ് കോൺഫറൻസിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് IBRD എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ് അല്ലെ. WTOയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, അതുപോലെ തന്നെ IBRDയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ആൻസർ ഇങ്ങനെ പറയാം, ബോത്ത് ഓഫ് ദ ബാർ കറക്റ്റ്. രണ്ട് സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. ഞാൻ ഇവിടെ റെഡിങ്കിൽ കൊടുത്തിട്ടുണ്ട്, ബോത്ത് ഓഫ് ദ ആർ കറക്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ ഇയർ ഓഫ് എനാക്ട്മെന്റ് അറേഞ്ച്മെന്റ് ദ ഫോളോയിങ് ഇൻ ടു ദ ക്രോണോളജിക്കൽ ഓർഡർ. ഓക്കെ, ഇയർ ഓഫ് എനാക്ട്മെന്റ് അനുസരിച്ച്, അതായത് ഏറ്റവും ആദ്യം ഒക്യൂർ ചെയ്തതനുസരിച്ച് ഇതൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ ചെയ്യുക എന്നാണ് പറയുന്നത്. ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തത് RT Act, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ കൊടുക്കണം. അതായത് ഏറ്റവും ആദ്യം ഒക്യൂർ ചെയ്തത് ആദ്യം കൊടുക്കണം, ഏറ്റവും അവസാനം ഒക്യൂർ ചെയ്തത് അവസാനം കൊടുക്കണം. നമുക്ക് നോക്കാം. ഇതിന്റെ ഇയറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ. ഇന്ത്യൻ കോൺട്രാക്ട് ആയ 1872 ആദ്യം ഒക്യൂർ ചെയ്തത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് 1881 ഒക്യൂർ ചെയ്തത്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 ഒക്യൂർ ചെയ്തത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ് RT Act എന്ന് പറയുന്നത് 2005 ഒക്യൂർ ചെയ്തത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓർഡർ ഇങ്ങനെ കൊടുക്കാം. Sorry, first one is C, that is Indian Contract Act 1872. Then D, Negotiable Instrument Act 1881. First one Indian Contract Act എപ്പോഴാണ് വന്നത്? 1872, 1872 വന്നത്. Negotiable Instrument Act എപ്പോഴാണ് വന്നത്? 1881 വന്നത്. Then Sale of Goods Act, B. Option D is correct answer. അപ്പോ Sale of Goods Act ആണ് മൂന്നാമത് വന്നത്. 1930, 1930 വരുന്നത്. ദെൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഏറ്റവും അവസാനം വന്നു, അത് 2005 വരുന്നത്. നോട്ട് ദാറ്റ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇയറുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇയറുകൾ നോട്ട് ചെയ്ത് വെക്കാം. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വെരി റീസെന്റ് NTA NET JRF കൊമേഴ്സ് എക്സാമില് കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്, അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്. Which of the following is incorrect? Security premium account uses for. Security premium account uses for writing of preliminary expense, writing of discount on issue shares, issue of fully paid bonus shares, payment of dividends. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. എന്താണ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്ന് മനസ്സിലാക്കണം. What do you mean by security premium account?
എന്താണ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്? ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 100 രൂപയ്ക്കാണ് ഒരു ഷെയർ വിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അവിടെ ആ ഷെയറിന് ഭയങ്കരമായ ഡിമാൻഡുകളൊക്കെ വന്നതിന് ശേഷം ആ ഷെയർ 500 രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇവിടെ ഉണ്ടാവുന്ന 100 രൂപയുടെ എന്ന് നേരത്തെ ഉണ്ടായിരുന്ന ഷെയറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നല്ല ഡിമാൻഡുള്ള ഷെയർ ആയതിനാൽ 500 രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇവിടെ 400 രൂപ എക്സ്ട്രാ വിറ്റു അല്ലെ, 400 രൂപയെ എക്സ്ട്രാ വിറ്റു. 100 രൂപ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ഷെയർ പ്രൈസ് എന്ന് പറയുന്നത്, 500 രൂപയായിട്ട് അത് കൂട്ടി. അപ്പൊ 400 രൂപയുടെ എക്സ്ട്രാ വിറ്റിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 400 രൂപയെ നമുക്ക് സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറയാൻ വേണ്ടി പറ്റും. ഒരു ഷെയറിന് പ്രീമിയത്തിൽ വിറ്റു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് നമ്മളൊരു അഡീഷണൽ എമൗണ്ട് കൂട്ടി വിറ്റു എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് സെക്യൂരിറ്റി പ്രീമിയം. ഇങ്ങനെ നമുക്ക് സെക്യൂരിറ്റി പ്രീമിയം വഴി നമുക്ക് ലാഭം കിട്ടുമല്ലോ. ഇവിടെ ലാഭം കിട്ടിയില്ല. നമുക്ക് 100 റുപ്പീസിന്റെ ഷെയർ ആയിരുന്നു, അത് 500 രൂപയ്ക്ക് നമ്മൾ വിറ്റു. 500 രൂപയ്ക്ക് വിറ്റപ്പോൾ എന്ത് ചെയ്തു? 400 രൂപ നമുക്ക് എന്ത് ചെയ്തു? 500 രൂപയ്ക്ക് വിറ്റപ്പോൾ നമുക്ക് 400 രൂപ ലാഭം കിട്ടി. ദാറ്റ് ഈസ് ആ 400 രൂപ എന്തിന് യൂസ് ചെയ്യും എന്നതാണ് ചോദ്യം. ഇതൊരു പ്രോബ്ലമാറ്റിക്കൽ ചോദ്യമാണ്. ദാറ്റ്സ് ഫസ്റ്റ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് എ പ്രോബ്ലമാറ്റിക്കൽ ക്വസ്റ്റ്യൻ. ഇതൊരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തോന്നിയെങ്കിൽ ഇതൊരു പ്രോബ്ലമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിപ്പോൾ ഇവിടെ എമൗണ്ടുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. നമുക്ക് നോക്കാം സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നതാണ് ചോദ്യം. ഇങ്ങനെയുള്ള സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെ വേണ്ടിയാണ് എന്നതാണ് ചോദ്യം. ആൻസർ നോക്കാം. പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് ഇൻകറക്റ്റ്. നോട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് എന്നാണ്. സെക്യൂരിറ്റി പ്രീമിയം യൂസ് ചെയ്യാത്തത് ഏത് എന്നതാണ് ചോദ്യം. അപ്പോ റൈറ്റിംഗ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് യൂസ് ചെയ്യാൻ ഇങ്ങനെയുള്ള സെക്യൂരിറ്റി പ്രീമിയം അമൗണ്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ റൈറ്റിംഗ് ഓഫ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ്, ഡിസ്കൗണ്ടിന് വിൽക്കാൻ വേണ്ടിയിട്ട് ഷെയറുകൾ ഡിസ്കൗണ്ടിന് വിൽക്കാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി പ്രീമിയം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സെക്യൂരിറ്റി പ്രീമിയം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി പ്രീമിയം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഡിവിഡൻഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും സെക്യൂരിറ്റി പ്രീമിയം, ഇങ്ങനെ കിട്ടുന്ന സെക്യൂരിറ്റി പ്രീമിയത്തിലൂടെ കിട്ടുന്ന ലാഭത്തിന്റെ എമൗണ്ട് നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ പ്രിലിമിനറി എക്സ്പെൻസ്, എന്താണ് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്? ഫിക്ടീഷ്യസ് അസറ്റ്സ് ആണ് വേണമെങ്കിൽ പറയാൻ വേണ്ടി. അല്ല, ഒരു വിലയില്ലാത്ത ടൈപ്പ് ഓഫ് അസറ്റ്സിനാണ് ഫിക്ടീഷ്യസ് അസറ്റ്സ് എന്നൊക്കെ പറയാം. പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ വേണമെങ്കിൽ, പ്രിലിമിനറി എക്സ്പെൻസസ് ഒക്കെ നമ്മൾ ഫിക്ടീഷ്യസ് എക്സ്പെൻസസ് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടാത്ത ടൈപ്പ് ഓഫ് എക്സ്പെൻസിനാണ് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുക. ഒരു ബിസിനസ് സ്ഥാപനം തുടക്കത്തിൽ തുടങ്ങുന്ന സമയത്ത് ഒരു പ്രിലിമിനറി എക്സ്പെൻസ് ഉണ്ടാവും അല്ലെ, അതൊരിക്കലും പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതകളൊന്നുമില്ല. ആദ്യം നമ്മൾ ഒരുപാട് ചെലവാക്കിയിട്ടുണ്ടാവും. അതിന്റെ കറണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഫെസിലിറ്റി, അതുപോലെ തന്നെ പവർ ഫെസിലിറ്റി, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ തുടക്കത്തിൽ ഒരുപാട് പണം ചെലവാക്കിയിട്ടുണ്ടാവും. അതൊന്നും നമുക്ക് ചിലപ്പോൾ തിരിച്ചു കിട്ടണമെന്നില്ല. ദാറ്റ് ഈസ് പ്രിലിമിനറി എക്സ്പെൻസ്, ഫിക്ടീഷ്യസ് അസറ്റ് ആണ്. ഇങ്ങനെയുള്ള ഫിക്ടീഷ്യസ് എക്സ്പെൻസുകൾ, ഫിക്ടീഷ്യസ് അസറ്റുകളൊക്കെ റിട്ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ദെൻ റൈറ്റിംഗ് ഓൺ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ്. നമ്മളിപ്പോ ഒരു ഷെയർ 100 രൂപയാണ് ഷെയറിന്റെ വാല്യൂ എന്ന് വിചാരിക്കാം. നോട്ട് ദാറ്റ് 100 രൂപയാണ് ഷെയറിന്റെ വാല്യൂ എന്ന് വിചാരിക്കാം. ദെൻ വി മൂവ് ഓൺ. 100 രൂപയുടെ ഷെയർ ഒരു ഡിമാൻഡും ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ 80 രൂപയ്ക്ക് വിറ്റു എന്ന് വിചാരിക്കാം, 80 റുപ്പീസിന് വിറ്റു എന്ന് വിചാരിക്കാം. ഇവിടെ 20 രൂപ നമുക്ക് നഷ്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് 80 രൂപയ്ക്ക് വിറ്റത്. ഇവിടെ ഡിസ്കൗണ്ടിന് വേണമെങ്കിൽ വിറ്റു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെന്നാണ് പറയുന്നത്? സെക്യൂരിറ്റി പ്രീമിയം എമൗണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ നമുക്ക് നേരത്തെ കിട്ടിയ ഈ എമൗണ്ടിൽ, നമ്മളിവിടെ കണ്ട സെക്യൂരിറ്റി പ്രീമിയം എമൗണ്ടിൽ നമുക്ക് ഇവിടെ 400 രൂപ ലാഭം കിട്ടിയിട്ടുണ്ട് അല്ലെ. അങ്ങനെയുള്ള എമൗണ്ടുകളൊക്കെ ഏതിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ്. ഷെയറുകൾ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ദെൻ ബോണസ് ഷെയർസ്, ഫ്രീ ആയിട്ട്, ഫ്രീ കോസ്റ്റിലൂടെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനൊക്കെ നമ്മൾ ഷെയറുകൾ വേണമെങ്കിൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കും അല്ലെ, നിങ്ങൾ വാങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്രീ ആയിട്ട് ഷെയറുകളൊക്കെ കൊടുക്കാൻ സാധ്യതകളുണ്ട് ചില സാഹചര്യങ്ങളിൽ. ബോണസ് ഷെയർ, ബോണസ് ആയിട്ട് അഡീഷണൽ ആയിട്ട് കൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബോണസ് ഷെയറുകളൊക്കെ ഇഷ്യൂ ചെയ്യണമെങ്കിൽ കമ്പനിക്ക് നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. ദാറ്റ് ഈസ് സെക്യൂരിറ്റി പ്രീമിയം. സെക്യൂരിറ്റി പ്രീമിയം, ഇങ്ങനെയുള്ള സെക്യൂരിറ്റി പ്രീമിയം ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ബോണസ് ഷെയർ വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ കൊടുക്കുന്ന ഡിവിഡൻഡ് ഒരിക്കലും സെക്യൂരിറ്റി പ്രീമിയം വെച്ചിട്ട് കമ്പനീസ് ആക്ട് പ്രകാരം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, സെക്യൂരിറ്റി പ്രീമിയം വഴി കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് വളരെ സ്ട്രെസ് ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫ്രം ദ ഫോളോയിങ് വിച്ച് ഓഫ് ദീസ് ഫാക്ടേഴ്സ് ആർ മെയ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോഴ്സസ് ആർ മെയ്ഡ് ബൈ മൈക്കിൾ പോർട്ടർ. മൈക്കിൾ പോർട്ടർ ഡെവലപ്പ് ചെയ്ത ഫോഴ്സസുകൾ, ഒരു 5 ഫോഴ്സസ് മൈക്കിൾ പോർട്ടർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ത്രെറ്റ് ഓഫ് എൻട്രി, ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്, ബാർഗൈനിങ് പവർ, കോമ്പറ്റീറ്റീവ് റിവൽറി, ഇതിൽ ഏതൊക്കെയാണ് മൈക്കിൾ പോർട്ടർ ഡെവലപ്പ് ചെയ്ത കോമ്പറ്റീറ്റീവ് ഫോഴ്സസ് എന്നാണ് ചോദ്യം. ഇതിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എ ബി ആൻഡ് സി ഓൺലി, എ ആൻഡ് സി ഓൺലി, ബി സി ആൻഡ് ഡി ഓൺലി, ഓൾ ഓഫ് ദി അബോവ്. നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
മൈക്കിൾ പോർട്ടർ 1979 ഒരു കോമ്പറ്റീറ്റീവ് ഫോഴ്സസ് 5 ഫോഴ്സസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ത്രെറ്റ് ഓഫ് എൻട്രി, ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് 2019 ചോദിച്ച ചോദ്യമാണിത്. ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ബാർഗൈനിങ് പവർ ഓഫ് സപ്ലൈസ്, ബാർഗൈനിങ് പവർ ഓഫ് ബയർ, കോമ്പറ്റീറ്റീവ് റിവൽറി. നോട്ട് ദാറ്റ് ഈ 5 കാര്യങ്ങളും മൈക്കിൾ ഇ പോർട്ടർ 1979 ഡെവലപ്പ് ചെയ്തൊരു സാധനമാണ്. ഇതെന്താണ് നമുക്ക് നോക്കാം. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയെ ബാധിക്കുമെന്നാണ് പറയുന്നത്. നോക്കാം, നമുക്ക് ഓരോന്നായി നോക്കാം. ത്രെറ്റ് ഓഫ് എൻട്രി. വാട്ട് യു മീൻ ബൈ ത്രെറ്റ് ഓഫ് എൻട്രി? ഒരു ബിസിനസ് സ്ഥാപനം പുതുതായിട്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ അത് ബാധിക്കും. ദാറ്റ് ഈസ് എൻട്രി. പുതുതായിട്ട് ഒരു ബിസിനസ് സ്ഥാപനം വരികയാണെങ്കിൽ അത് ബാക്കിയുള്ള ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ബാധിക്കും. ദാറ്റ് ഈസ് ത്രെറ്റ് ഓഫ് എൻട്രി. ദെൻ ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഫോർ എക്സാമ്പിൾ, സബ്സ്റ്റിറ്റ്യൂട്ടിന് നമുക്ക് ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി പറ്റുക. ടീ കോഫി ഫോർ എക്സാമ്പിൾ. ചായപ്പൊടി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാം. നിങ്ങളുടെ അവിടെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പറയാന്നാണ് വിചാരിക്കുന്നത്. ഞാൻ കണ്ണൂരുകാരനാണ്, അതുകൊണ്ടാണ് ചായപ്പൊടി എന്നാണ് ഇവിടെ പറയുക. സാധാരണ രീതിയിൽ ഇവിടെ അങ്ങനെയാണ് പറയുക. ചായപ്പൊടിക്ക് വില കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാപ്പിപ്പൊടിയിലേക്ക് നീങ്ങും. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട്. ചായപ്പൊടിക്ക് വില കൂടി കഴിഞ്ഞാൽ കാപ്പിപ്പൊടിയിലേക്ക് നമ്മൾ നീങ്ങും. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട്. ദാറ്റ്സ് എ കൈൻഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റുകൾ ഒരുപാട് വന്നു കഴിഞ്ഞാൽ മറ്റ് ഇൻഡസ്ട്രീസിനെ ബാധിക്കും. ദാറ്റ് ഈസ് ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്. ദെൻ ഇത് വളരെ സിമ്പിൾ എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് വില കൂടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ചായക്ക് ഒരുപാട് വില കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോഫിയിലേക്ക് നീങ്ങും. ഓട്ടോമാറ്റിക്കലായി കോഫിയിലേക്ക് നീങ്ങും. ഇപ്പൊ ചായപ്പൊടിക്ക് 15 രൂപയാണ് എന്ന് വിചാരിക്കുക. കോഫിപ്പൊടിക്ക് 10 രൂപയേ ഉള്ളൂ. ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കോഫിയിലേക്ക് നീങ്ങും. ഓക്കെ, ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇങ്ങനെയുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റുകൾ ഒരുപാട് ത്രെറ്റ് ഉണ്ടാക്കുന്നത്. ദെൻ ബാർഗൈനിങ് പവർ ഓഫ് സപ്ലൈസ് ആൻഡ് ബാർഗൈനിങ് പവർ ഓഫ് ബയേഴ്സ്. നിങ്ങൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോവുകയാണെന്ന് വിചാരിക്കുക. 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ തുണി വാങ്ങി. 1 lakh rupeesന് നിങ്ങൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് തുണി വാങ്ങി. നിങ്ങൾ പറയാണ് 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ തുണി വാങ്ങിയതാണ്, ഞാൻ ഇവിടുത്തെ റെഗുലർ കസ്റ്റമർ ആണ്, എനിക്കൊരു 10,000 രൂപ ഡിസ്കൗണ്ട് തരണം. ഇവിടെ ഒരു ബാർഗൈനിങ് നടന്നു അല്ലെ? ഈ ഡിസ്കൗണ്ടിന് ടെക്സ്റ്റൈൽ ഉടമ തയ്യാറാവും. കാരണം എന്താണ്? നിങ്ങൾ 1 ലക്ഷം രൂപയ്ക്കാണ് തുണി വാങ്ങിയത്, നിങ്ങൾ അവിടുത്തെ റെഗുലർ കസ്റ്റമർ കൂടിയാണ്. ഇങ്ങനെയുള്ള ബാർഗൈനിങ്ങുകളും അങ്ങനെയുള്ള ഇൻഡസ്ട്രികൾക്ക് നഷ്ടമുണ്ടാകാം. ദെൻ ലാസ്റ്റ് പോയിന്റ് ഈസ് കോമ്പറ്റീറ്റീവ് റിവൽറി. ശക്തമായ കോമ്പറ്റീഷൻ മാർക്കറ്റിൽ നടക്കുന്നുണ്ടെങ്കിൽ അതും കോമ്പറ്റീഷനെ വളരെ രീതിയിൽ ബാധിക്കും. ഇതാണ് 5 കോമ്പറ്റീറ്റീവ് ഫോഴ്സസ് ഡെവലപ്ഡ് ബൈ മൈക്കിൾ ഇ പോർട്ടർ. അപ്പൊ ഓൾ ദി അബോവ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഈ 4 ഓപ്ഷൻസുകളും മൈക്കിൾ പോർട്ടർ ഡെവലപ്പ് ചെയ്ത കോമ്പറ്റീറ്റീവ് ഫോഴ്സസിൽ ഉള്ളതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് യു മീൻ ബൈ ക്വസ്റ്റ്? QUEST. This question is 1 year. ഒരു വർഷം ചോദിച്ച ഒരു ചോദ്യമാണ്. The answer is Quick Environmental Scanning Technique. ഡയറക്റ്റ് ആൻസറിലേക്ക് പോവുകയാണ്. Quick Environmental Scanning Technique ആണ് അതിന്റെ ഓപ്ഷൻ, അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ എൻവിറോൺമെന്റിൽ ഉണ്ടാവും. നമ്മുടെ ബിസിനസിന്റെ ഒരു എൻവിറോൺമെന്റ് ഉണ്ടാവുമല്ലോ. ഇക്കണോമിക് എൻവിറോൺമെന്റ്, ലീഗൽ എൻവിറോൺമെന്റ്, അങ്ങനെ ഒരുപാട് എൻവിറോൺമെന്റ് ഇല്ലേ നമ്മുടെ ബിസിനസിന്. അവിടെ ബിസിനസ്സിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിശോധിക്കുന്ന ഒരു ടെക്നിക്കാണ്. എന്തെങ്കിലും പ്രശ്നം പെട്ടെന്ന് ഒരു ഇൻഫ്ലേഷൻ സംഭവിച്ചു, എന്താണ് അതിന് കാരണം എന്നൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ടെക്നിക്കാണ് ക്വിക്ക് എൻവിറോൺമെന്റൽ സ്കാനിങ് ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, ചേഞ്ചസ് ഇൻ ദ ഓർഗനൈസേഷനിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ചേഞ്ചസുകളൊക്കെ പരിശോധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കാനിങ് ടെക്നിക്കാണ് ക്വിക്ക് എൻവിറോൺമെന്റൽ സ്കാനിങ് ടെക്നിക് എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് ക്വസ്റ്റ് മീൻസ് ക്വിക്ക് എൻവിറോൺമെന്റൽ സ്കാനിങ് ടെക്നിക്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഫുൾ ഫോം മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. ഞാനൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് തന്നെ ക്വസ്റ്റ് എന്താണെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ടെക്നിക്കാണ് ക്വസ്റ്റ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ഉണ്ടാകുന്ന ക്വിക്കായിട്ടുണ്ടാകുന്ന, ദാറ്റ് ഇസ് ക്വിക്കായിട്ടുണ്ടാകുന്ന എൻവിറോൺമെന്റിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ടെക്നിക്കാണ് ക്വസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് ലേബിൾഡ് ആസ് അസേർഷൻ ആൻഡ് റീസണിംഗ് ആൻഡ് ഫൈൻഡ് ദാറ്റ് according to this option there are correct or not. നമുക്ക് നോക്കാം. 2 അസേർഷനും റീസണിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇത് ഓപ്ഷൻസ് പ്രകാരം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് നോക്കാം. നിതി ആയോഗിനെ കുറിച്ചാണ് ആദ്യത്തെ അസേർഷനിൽ കൊടുത്തത്. നിതി ആയോഗ് aims at cooperative federalism in the country. It's headed by the prime minister as the chairman. Then reason കൊടുത്തിരിക്കുന്നത് തന്നെയാണ്. നിതി ആയോഗ് promotes state government and central government participation. But options are there. Both A and R are true. R is the right explanation of A. Both A and R are true. R is not the right explanation of A. A is true. R is false. A is false. R is true. Very important question. Very recently asked question ആണ്.
അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ എപ്പോഴും ഉണ്ടാവും. അസേർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻ ഈസ് എവറി UGC എക്സാം there may be assertion reasoning type questions. കൺസെപ്റ്റ് അറിയെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. നിതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് അതിന്റെ ഫുൾ ഫോം വരിക. 2015 ജനുവരി 1 വരുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ നേരത്തെ ഉണ്ടായിരുന്ന പ്ലാനിംഗ് കമ്മീഷൻ റീപ്ലേസ് ചെയ്തിട്ടാണ് മാറ്റിയിട്ടാണ് നിതി ആയോഗ് നിലവിൽ വന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ്. പിന്നെ ചെയർപേഴ്സൺ നരേന്ദ്രമോദിയാണ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ കോപ്പറേറ്റീവ് ഫെഡറലിസം. ഈ ഒരു പോയിന്റ് നോക്കാം. കോപ്പറേറ്റീവ് ഫെഡറലിസം ആണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും ഈക്വൽ പാർട്ടിസിപ്പേഷൻ, ദാറ്റ് ഈസ് കോപ്പറേഷൻ, ഒരുമിച്ച് ചേർന്നുകൊണ്ട്. ഓക്കെ, കോപ്പറേഷൻ ഒരുമിച്ച് ചേർന്നുകൊണ്ട്, ദാറ്റ് ഈസ് കോപ്പറേറ്റീവ് ഫെഡറലിസം. സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായതുകൊണ്ടാണ് അതിനെ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നിതി ആയോഗ്. ഇനി ആൻസറിലേക്ക് പോവാം. നിതി ആയോഗ് കോപ്പറേറ്റീവ് ഫെഡറലിസം ആണ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ആദ്യത്തെ അസേർഷനിൽ കൊടുക്കുന്നത്. റീസണിംഗിൽ കൊടുക്കുന്നത് നിതി ആയോഗ് പ്രൊമോട്ട് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് പാർട്ടിസിപ്പേഷൻ. സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പാർട്ടിസിപ്പേഷൻ ആണ് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഇസ് ദ റൈറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. നിതി ആയോഗ് എയിം ചെയ്യുന്നത് കോപ്പറേറ്റീവ് ഫെഡറലിസം. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ബൈ ഹാർട്ട് പഠിക്കരുത്. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോപ്പറേഷൻ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരുപോലെ പ്രാതിനിധ്യം ഉള്ളത് കൊണ്ടാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത്. നിതി ആയോഗ് പ്രൊമോട്ട്സ് ബോത്ത് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് പാർട്ടിസിപ്പേഷൻ. ദാറ്റ് ഈസ് ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ട്രൂ ആണ്. ഇതിന്റെ റൈറ്റ് എക്സ്പ്ലനേഷൻ ആണ് ആർ എന്ന് പറയുന്നത്. ആറിൽ പറയുന്നത് എന്താണ്? റീസണിൽ എന്താണ് പറയുന്നത്? പ്രൊമോട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ബോത്ത് ആർ റൈറ്റ്. സോ ദ ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. Then next question. Arranging the Maslow's need hierarchy theory according to the lowest level to the highest level. മാസ്ലോയുടെ നീഡ് ഹൈറാർച്ചി തിയറി കറക്റ്റ് ഓർഡറിൽ കൊടുക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഫിസിയോളജിക്കൽ നീഡ്സ്, സോഷ്യൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ. ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, എസ്റ്റീം നീഡ്സ്, സോഷ്യൽ നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ. ദെൻ ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ്, എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ. ഫൈനൽ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. നമുക്ക് നോക്കാം. മാസ്ലോയുടെ നീഡ് ഹൈറാർച്ചി തിയറി എന്ന് പറയുന്ന ഒരു മോട്ടിവേഷൻ തിയറിയാണ്. ആദ്യം ഇത് മനസ്സിലാക്കുക. ഒരു മോട്ടിവേഷൻ തിയറിയാണ് മാസ്ലോയുടെ നീഡ് ഹൈറാർച്ചി തിയറി എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് പീപ്പിളിന്റെ വാണ്ട്സ് ഒക്കെ അൺലിമിറ്റഡ് ആണ് എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത്. അതായത് ഒരു ആഗ്രഹത്തിൽ നിന്നും മറ്റൊരു ആഗ്രഹത്തിലേക്ക് ഹ്യൂമൻസ് ചലിച്ചുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് നീഡ് ഹൈറാർച്ചി. നമുക്ക് നോക്കാം. ഏറ്റവും താഴെയുള്ള നീഡ്സിനെ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയാം. ഫുഡ്, ക്ലോത്തിങ്, അതുപോലുള്ള ബേസിക് നീഡ്സ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, വീട്, പാർപ്പിടം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത്. ദെൻ സേഫ്റ്റി നീഡ്സ്, സെക്യൂരിറ്റി. ഫോർ എക്സാമ്പിൾ, ഇഫ് യു വർക്കിംഗ് എ ഫാക്ടറി, നിങ്ങൾ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നല്ല സെക്യൂരിറ്റി ഉണ്ടാവണം അല്ലെ? ദാറ്റ് ഈസ് സേഫ്റ്റി നീഡ്സ്. ദെൻ സോഷ്യൽ നീഡ്സ്, ഫ്രണ്ട്ഷിപ്പ്, അവിടെയുള്ള വർക്കേഴ്സുമായിട്ടൊക്കെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം. ദാറ്റ് ഈസ് സോഷ്യൽ നീഡ്സ്. ദെൻ ഈഗോ നീഡ്സ് ഓർ എസ്റ്റീം നീഡ്സ് എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റും. റെപ്യൂട്ടേഷൻ, ഈഗോ ഓർ എസ്റ്റീം നീഡ്സ്. റെപ്യൂട്ടേഷൻ, ഒരു നല്ല ജോലി, നല്ലൊരു സ്റ്റാൻഡേർഡുള്ള ജോലിയൊക്കെ വേണം അല്ലെ? ദാറ്റ് ഈസ് ഈഗോ അല്ലെങ്കിൽ എസ്റ്റീം നീഡ്സ് ഒക്കെ പറയാൻ വേണ്ടി പറ്റും. ദെൻ ഫൈനൽ സെൽഫ് ആക്ച്വലൈസേഷൻ, ഒരാൾക്ക് ആവാൻ കഴിയുന്ന ഏറ്റവും മാക്സിമം അയാൾ ആവാൻ ശ്രമിക്കും. ദാറ്റ് ഈസ് സെൽഫ് ആക്ച്വലൈസേഷൻ, മാക്സിമം പൊട്ടൻഷ്യൽ. ദിസ് ഈസ് നീഡ് ഹൈറാർച്ചി തിയറിയുടെ പ്രധാനമായിട്ടുള്ള 5 നീഡ്സ്: ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ്, എസ്റ്റീം നീഡ്സ് അല്ലെങ്കിൽ ഈഗോ നീഡ്സ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. നമുക്ക് നോക്കാം. ഇതിന്റെ ആൻസർ എങ്ങനെ വരിക? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ്, esteem needs, self-actualization needs. That is the right answer. Then next question. Read the following statements and identify the correct one. Noga, very important question. X and Y theory propounded by McClelland എന്നതാണ് ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത്. Then leadership is the ability of the person to influence other people in the organization as well as to achieve the group goals. Okay. Then ഇതിന്റെ ഓപ്ഷൻസ് കൊടുത്ത് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 is correct, statement 2 is correct, both of them are correct, both of them are incorrect. Not that. ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നോക്കാം. എക്സും വൈയും തിയറി പ്രപ്പോസ് ചെയ്തത് മഗ്രീഗറാണ്. ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് മക്ലലാൻഡ് എന്നാണ്. അത് തെറ്റാണ്. അപ്പോ മഗ്രീഗറാണ് എക്സ് ആൻഡ് വൈ തിയറി പ്രപ്പോസ് ചെയ്തത്. ദെൻ എന്താണ് തിയറി എക്സ്, എന്താണ് തിയറി വൈ എന്ന് നോക്കാം. തിയറി എക്സിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരു നെഗറ്റീവ് വ്യൂ ആണ്. എംപ്ലോയീസ് ഒന്നും പണിയെടുക്കൂല, എംപ്ലോയീസ് ഒക്കെ മടിയന്മാരാണ്, എംപ്ലോയീസ് ഒക്കെ ലേസി ആണ് എന്നാണ് പറയുന്നത്.
എംപ്ലോയീസ് ഒക്കെ ലേസി ആണ്, അതുകൊണ്ട് എംപ്ലോയീസിന്റെ മേൽ കൂടുതൽ കൺട്രോൾ ആവശ്യമാണ് എന്നതാണ് തിയറി എക്സിൽ പറയുന്നത്. എംപ്ലോയീസ് ആർ ഇറസ്പോൺസിബിൾ ആൻഡ് ക്ലോസ് സൂപ്പർവിഷൻ ഈസ് നീഡഡ്. എംപ്ലോയീസ് ഒക്കെ മടിയന്മാരായതുകൊണ്ട് തന്നെ അവരുടെ മേലൊരു നല്ല സൂപ്പർവിഷൻ വേണമെന്നാണ് പറയുന്നത് തിയറി എക്സിൽ. തിയറി വൈയിൽ എംപ്ലോയീസ് ഒക്കെ വളരെ ആക്റ്റീവ് ആണ്. നേരെ ഓപ്പോസിറ്റ് ആണ് തിയറി വൈയിൽ പറയുന്നത്. എംപ്ലോയീസ് ഒക്കെ വളരെ ആക്റ്റീവ് ആണ്. അപ്പോ എംപ്ലോയീസിന്റെ മേലെ അങ്ങനെ കൺട്രോൾ ഒന്നും ആവശ്യമില്ല. എംപ്ലോയീസ് തന്നെ സ്വന്തമായ രീതിയിൽ തന്നെ അവർ എന്ത് ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യുമെന്നാണ് തിയറി വൈയിൽ പറയുന്നത്. അപ്പൊ മഗ്രീഗർ ആണ് തിയറി എക്സ് ആൻഡ് വൈ ഡെവലപ്പ് ചെയ്തത്. മഗ്രീഗർ. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് മക്ലാലൻ എന്നാണ്, അത് തെറ്റാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലീഡർഷിപ്പിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. ലീഡർഷിപ്പ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ പേഴ്സൺ ടു ഇൻഫ്ലുവൻസ് അതർ പീപ്പിൾ ആൻഡ് ഓർഗനൈസേഷൻ ആസ് വെൽ ടു അച്ചീവ് ദ ഗ്രൂപ്പ് ഗോൾസ്. ലീഡർഷിപ്പിനെ കുറിച്ച് നമുക്ക് നോക്കാം. Leadership refers to an individual's ability to influence, motivate and enable other factors contributed towards the organizational success. Organizational successന് വേണ്ടിയിട്ട് മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നല്ല ലീഡർ ആണെങ്കിൽ എന്ത് ചെയ്യണം, മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യണം. ദെൻ ലീഡർ ആൻഡ് ഫോളോവേഴ്സ് തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്നാണ് അടുത്ത് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് ഒരു പ്രധാനമായിട്ട് നോക്കാം. നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ആൻസറിലേക്ക് കടക്കുകയാണെങ്കിൽ റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഐഡന്റിഫൈ ദ കറക്റ്റ് വൺ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എക്സ് ആൻഡ് വൈ തിയറി പ്രൊപ്പോണ്ടഡ് ബൈ മക്ലാലൻ അല്ല, മഗ്രീഗറാണ് എക്സ് ആൻഡ് വൈ തിയറി പ്രൊപ്പോണ്ട് ചെയ്തത്. ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ലീഡർഷിപ്പ് ഇസ് ദ എബിലിറ്റി ഓഫ് ദ പേഴ്സൺ ടു ഇൻഫ്ലുവൻസ് അതർ പീപ്പിൾ. മറ്റുള്ള പീപ്പിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതും ഗ്രൂപ്പ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ് 2 മാത്രമേ കറക്റ്റ് ഉള്ളൂ. സ്റ്റേറ്റ്മെന്റ് 2 മാത്രമേ കറക്റ്റ് ഉള്ളൂ. ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ദെൻ അപ്പൊ നമ്മൾ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറെ സാധ്യതകളുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, വളരെ സിംപ്ലിഫൈഡ് എക്സാമ്പിൾസിലൂടെയും അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻസിലൂടെയും ഒക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്ന രീതിയിൽ ഒരു എബോവ് ആവറേജ് മുതൽ ഒരു ബിലോ ആവറേജ് വരെ എല്ലാവർക്കും, ഏത് ലെവലുള്ള ആൾക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഇന്ന് ക്ലാസ് എടുത്തിരിക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം. വളരെ സിമ്പിൾ എക്സാമ്പിൾസ് ഒക്കെ എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. ഒരു PG ലെവൽ വിദ്യാർത്ഥികൾക്ക് എടുക്കേണ്ട രീതിയിലല്ല ക്ലാസ് എടുത്തിരിക്കുന്നത്. അത് എനിക്ക് മനസ്സിലാവും, കാരണം നിങ്ങളുടെ ഒരു അവസ്ഥ മനസ്സിലാവും. കാരണം അതുകൊണ്ടാണ് ഇത്രയും സിമ്പിൾ എക്സാമ്പിളിലൂടെയൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് എന്തെങ്കിലും രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ആവശ്യമുള്ളവരിലേക്ക് നിങ്ങൾ ഈ ചാനൽ ഷെയർ ചെയ്യുക. ഡേ 8 നമുക്ക് വീണ്ടും കാണാം. ഡേ 8 പ്രസന്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന ഭാഗമാണ് ഡേ 8 നമ്മൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗിന്റെ ബേസിക് ആസ്പെക്ട് മുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് ലെവൽ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡേ 8 ഡിസ്കസ് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്.